ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡിലും അതുപോലെ തന്നെ റേഷൻ കടകളിലും നവംബർ മാസം മുതൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചിട്ടാണ്. നവംബർ 1 പുറത്തിറങ്ങുന്ന റേഷൻ കാർഡ് സാധാരണ റേഷൻ കാർഡ് ആയിരിക്കുകയില്ല. അത് ഒരു സംഭവം തന്നെയായിരിക്കും. റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല, സപ്ലൈകോ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കടകളിൽ നിന്ന് അവശ്യ സാധനങ്ങൾ വാങ്ങാവുന്ന തരത്തിൽ റേഷൻ കാർഡിന്റെ രൂപം മാറ്റുന്നു. നവംബർ 1 മുതൽ പുറത്തിറങ്ങുന്ന സ്മാർട്ട് റേഷൻ കാർഡിലാണ് പുതിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ലക്ഷ്യമിടുന്നത്. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് ATM കാർഡിന്റെ മാതൃകയിലായിരിക്കും ഈ കാർഡ്. ഇതിന്റെ പേര് ഇനി റേഷൻ കാർഡ് എന്ന് മാത്രമാകുകയില്ല, പർച്ചേസ് കാർഡ് എന്ന പേരിലാകും അറിയപ്പെടുക. ഈ കാർഡ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാൻ കഴിയും. ബാങ്കുകളുമായി ഭക്ഷ്യമന്ത്രി GR അനിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി വരികയാണ്. ഉടമയുടെ പേര്, വിലാസം, ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ മുൻവശത്തും, പ്രതിമാസ വരുമാനം, റേഷൻ കട നമ്പർ, വീട് വൈദ്യുതീകരിച്ചതാണോ, ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ തുടങ്ങിയ വിവരങ്ങൾ മറുവശത്തും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള മാതൃക ഈ ഒരു രൂപത്തിലാണ്. ഇതിനൊപ്പം ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ചെറിയ തുക റേഷൻ കട വഴി പിൻവലിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും ആലോചനയുണ്ട്. റേഷൻ കാർഡ് സ്മാർട്ടാകുന്നതോടുകൂടി റേഷൻ കടകളും മോഡേൺ ആകും. റേഷൻ സാധനങ്ങൾ മാത്രമല്ല, പലവ്യഞ്ജനങ്ങളും കുപ്പിവെള്ളങ്ങളും ഉൾപ്പെടെ ലഭിക്കുന്ന കേന്ദ്രങ്ങളായി റേഷൻ കടകളെ മാറ്റുന്ന പദ്ധതിയാണ് തയ്യാറാകുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 1000 റേഷൻ കടകളെയാണ് ഇങ്ങനെ മാറ്റുക. വൈദ്യുതി ബിൽ, വാട്ടർ ബിൽ എന്നിവ അടയ്ക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്താനുള്ള ആലോചനയുണ്ട്. മുൻഗണനാ വിഭാഗത്തിന് സൗജന്യമായും മുൻഗണനേതര വിഭാഗത്തിന് 25 രൂപ നിരക്കിലുമായിരിക്കും ഈ ഒരു സ്മാർട്ട് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സിവിൽ സപ്ലൈസ് kerala.gov.in എന്ന വെബ്സൈറ്റിൽ സിറ്റീസിൽ ലോഗിൻ വഴിയോ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. താലൂക്ക് സപ്ലൈ ഓഫീസറോ സിറ്റി റേഷനിംഗ് ഇൻസ്പെക്ടറോ അംഗീകരിച്ചാൽ ഇതിന്റെ പ്രിന്റ് എടുത്ത് ഓഫീസിലെത്തി കാർഡുകൾ കൈപ്പറ്റാനാകും. ഈ കാര്യങ്ങളെല്ലാം നവംബർ 1 മുതലാണ് സാധ്യമാകുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ K-ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. അതിവേഗ ഇന്റർനെറ്റ് സൗജന്യ നിരക്കിൽ നൽകുന്നതിനായി ആവിഷ്കരിച്ച K-ഫോൺ പദ്ധതി ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കുന്ന വിധത്തിൽ പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 1ാം ഘട്ടം ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ പൂർത്തീകരിച്ചിരുന്നു. 30,000 ഓഫീസുകൾ, 35,000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, 8 ലക്ഷം KSCB പോസ്റ്റുകൾ എന്നിവയുടെ സർവേയും 375 POPകളുടെ പ്രീഫാബ് ലൊക്കേഷനുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററിന്റെ പണികളും KSCB പോസ്റ്റുകൾ വഴി കേബിളുകൾ വലിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ഇതിനകം 7381 സർക്കാർ സ്ഥാപനങ്ങളെ K-ഫോൺ പദ്ധതിയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മുഖേന ബന്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടായിരിക്കും ഇതുവഴി ഇന്റർനെറ്റ് ലഭിക്കുക. മറ്റുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ സൗജന്യ നിരക്കിലായിരിക്കും K-ഫോൺ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുക. 30,000തോളം വരുന്ന സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മികച്ച രീതിയിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം നൽകാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നതാണ്. ഇനി ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ആദ്യം പതിവ് പോലെ കോവിഡ് കണക്ക് നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 9,735 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 13,878 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 93,202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 1,24,441 പേർ ആക്റ്റീവായി രോഗികളുണ്ട്. പല ആളുകളും ചോദിക്കുകയുണ്ടായി, BPL റേഷൻ കാർഡിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക്, അതായത് പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എന്ന് BPL കാർഡ് ലഭിക്കുമെന്ന്. അതിനുള്ള മറുപടി നമ്മുടെ ഭക്ഷ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഓരോ താലൂക്കിലും വിവിധ ദിവസങ്ങളിലായിട്ട് ഉദ്ഘാടന പരിപാടികൾ, ഈ ഒരു കാർഡ് വിതരണം ചെയ്യുന്ന ഉദ്ഘാടന പരിപാടികൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ താലൂക്കിലെ എല്ലാ ആളുകൾക്കും ആ ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. ഈ മാസം തന്നെ ഇതിൽ അർഹരായിട്ടുള്ള 1,20,000-ഓളം ആളുകൾക്ക് ഈ ഒരു പുതിയ BPL റേഷൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അത് പ്രത്യേകം അറിയിക്കുന്നു. 15 വർഷം പഴക്കം ചെന്ന കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുമ്പോൾ ഫീസ് ഇരട്ടിയായി ഈടാക്കും.
അടുത്ത വർഷം ഏപ്രിൽ മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന പുതിയ പൊളിക്കൽ നയവുമായി ബന്ധപ്പെട്ട് ഉപരിതല ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം പറയുന്നത്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉള്ളവർ അറിയുക. ഇനി വാഹനങ്ങൾ പുതുക്കാൻ, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ, അതായത് റിന്യൂവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ടാക്സ് ഇനത്തിൽ ഇരട്ടിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 1000 cc ഒരു ചെറിയ കാർ, ഒരു അൾട്ടോ കാറിനൊക്കെ ഏകദേശം 8000 രൂപയോളം വില വരുന്നുണ്ട്. അത് ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. അപ്പോൾ വാഹനം ഇനി എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ ആ പണിയും ഈ ഒരു ടാക്സും ഒക്കെ നോക്കിയിട്ട് വാഹനങ്ങളുടെ വിലയും കൂടി നോക്കുന്നത് നന്നായിരിക്കും. വൈദ്യുതി പോസ്റ്റുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം വരുന്നു. സംസ്ഥാന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോഴിക്കോട് ജില്ലയിൽ ആദ്യ സ്റ്റേഷൻ ഈ മാസം 9-ന് ഉദ്ഘാടനം ചെയ്യും. റോഡപകടങ്ങളിൽ പെടുന്നവരെ സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ്. അപകടത്തിൽപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നവർക്ക് 5000 രൂപയാണ് ലഭിക്കുക. സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും പ്രിൻസിപ്പൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി അയച്ച കത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം ഈ കാര്യം അറിയിച്ചത്. 2021 ഒക്ടോബർ 15 മുതൽ 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലയളവ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.